ഇന്ത്യയിൽ ആരും ഇതിനായിട്ടും ചെയ്യാത്ത ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അധികം സാധനങ്ങളുണ്ട് കേട്ടോ. ആണേ ഇത് ചെയിൻ ലൂബിൻ്റെ സാധനങ്ങളും പിന്നെ ചെയിൻ ക്ലീൻ ചെയ്യുന്നതും ഇത് വാഷ് ചെയ്യുന്ന മെഷീനാണ് ഇത്. ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല വന്നിട്ട് ഇതിനായിട്ടും. ഇത് മറ്റേ അലങ്കി സെറ്റ്. ഇത് നമ്മുടെ വണ്ടിയുടെ സൈഡ് കിറ്റ് അന്ന് ആക്സിഡൻ്റ് ആയ സമയത്ത് ഒരു വൈറ്റ് കിറ്റിൻ്റെ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പീസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് മാത്രമല്ല, നമ്മുടെ വണ്ടിയുടെ 2 ടയറും തീർന്നിരിക്കുകയാണ്. പിന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിനകത്ത് എനിക്ക് DRL ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു എല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നൊരു വലിയൊരു വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു 2 ട്രാക്ക് ടയറും മേടിച്ച് വെക്കണം, പിന്നെ പെഡോക്ക് സ്റ്റാൻഡ് മേടിക്കണമെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അത് 2 മേടിച്ച് വീട്ടിൽ കുറേ നാളായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി പോയിട്ട് അതെടുത്ത് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അമ്മ കണ്ടു കഴിഞ്ഞാൽ ആ മടൽ വെട്ടി അടിക്കും. അതുകൊണ്ട് നമ്മൾ നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. കൂട്ടുകാരൻ്റെ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മ ഉറങ്ങുന്ന സമയമാകുമ്പം വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഊരണം. സമയത്ത് ഭയങ്കര കൃത്യനിഷ്ഠമായതുകൊണ്ട് കറക്റ്റ് 11 മണിക്ക് എത്തി. 3 മണിക്കൂർ ഞാൻ റൂമിൽ എല്ലാം പാക്ക് ചെയ്ത് വെറുതെ ആയിരുന്നു. നമ്മളങ്ങനെ ഫൈനലി നമ്മൾ കൂട്ടുകാരുടെ വീട്ടിലെത്തി. മേടിച്ചു വെച്ചിട്ടുണ്ട് സ്നേഹമുള്ള കൈ. ഇത്രയും ചെയ്താലുള്ള പണിക്കൂലി നമ്മൾ കോള മേടിച്ചു. ഈ വലിയ ബ്ലോക്കി കാണാൻ ബ്രോ. നമ്മൾ കിച്ചുവിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഫ്രീക്ക് വയ്യാനാണ് ഇവിടുത്തെ കിച്ചുവിൻ്റെ വീട്ടിൽ. നമ്മൾ ടയർ സേഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നാളെ ഇവിടുത്തെ പിള്ളേരൊക്കെ ഇവിടെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന കാണാം. ഇവിടെ വരുന്ന ഇടയ്ക്ക് എനിക്ക് ഓർമ്മ പോലില്ല, നമ്മളങ്ങനെ സേഫ് എടുത്തിട്ടുണ്ട്. നേരെ വീട്ടിൽ ചെന്നിട്ട് അമ്മാണ് ഇതെല്ലാം പെരയ്ക്കാതെ കയറ്റിയേക്കണം. ടാറ്റാ ബ്രോ, ബേബി. വീട്ടിൽ വന്നിട്ടുണ്ട്. അച്ഛാമ്മ ഇപ്പം കഥ തുറക്കും. പെട്ടെന്ന് വന്നോണ്ടെല്ലാം ബാഗിനകത്താക്കി പെട്ടെന്ന് കഴിഞ്ഞാൽ പോരുന്നത്. നമ്മൾ കൊല്ലത്തൊരു ഷോപ്പിൽ ആദ്യം വന്നത്. DRL ചെയ്യുന്ന ആൾ ലീവാണെന്നാണ് പറഞ്ഞത്. നേരെ നമ്മൾ കൊട്ടാരക്കരയ്ക്ക് വിട്ടോ. ലൈറ്റ് അങ്ങനെ നമ്മൾ M24 കൊടുത്തിട്ടുണ്ട്. അണ്ടർ സീറ്റ് സെറ്റ് ചെയ്യാൻ ഞാനൊരു കടയിൽ കൊടുത്തു. അപ്പോൾ അവർ പുച്ഛം. പിന്നെ ഞാൻ കൊണ്ട് ട്രാക്ടർ സെറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പം അവരുടെ കടയിൽ നിന്ന് ട്രാക്ടർ എടുക്കാത്തതുകൊണ്ട് അവർ പുച്ഛത്തോടെ പറയും ഇത് ഇടത്തില്ല, ഇവിടെ ഇത് ടയർ ബെൻഡാന്നൊക്കെ പറയുന്നു. ഇവിടെ അച്ഛൻ്റെ കുറേ പണി സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് നമ്മൾ തന്നെ അണ്ടർ സീറ്റ് സെറ്റ് ചെയ്യാൻ പോകും. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുടം കണ്ട ഈ സാധനം നമ്മൾ ഊരി മാറ്റണം. എന്നിട്ട് ഇതിൻ്റെ ഇതാണ്ട് അടിയിലൊരു കണക്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പൈപ്പ് കൊടുക്കണ്ടേ. ഇവിടുന്ന് പൈപ്പ് കൊടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറക്കണം. ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ സൈലൻസർ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അതിലിരിക്കുന്ന ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടിയുടെയൊക്കെ ടൂൾസാണ് കേട്ടോ. അത് നമ്മുടെ അഭിജിത്ത് ബഡ്ഡിയുടെ കയ്യിലാണ് വണ്ടി പണിയാൻ കൊടുത്തേക്കുന്നത്. എൻ്റെ ബൈക്ക് കൊടുത്തപ്പോൾ അവൻ പണിഞ്ഞ ബൈക്ക് എൻ്റെ തന്നിട്ടുണ്ട്. ആ ബൈക്കിനെ പറ്റി ഞാൻ പറഞ്ഞ LD മൂസയിലെ കാറിനേക്കാൾ കഷ്ടമുള്ള ഒരു ബൈക്കാണ് ഞാൻ കാണിച്ചത്. നമ്മുടെ വണ്ടി നമ്മൾ ശരിയാക്കാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ കൊടുത്തത് നല്ല വിശ്വാസത്തോടെ കൊടുത്തേക്കുന്നത്. മൂഞ്ചിച്ച് കൈ തരായിരുന്നു അവർ. ബ്രോ ശരി ബ്രോ, വണ്ടി കൊടുക്കുകയാണ് സെയിൽ അടിച്ച്. ഇതിനകത്ത് നമ്മുടെ 220 സൈലൻസർ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് പണിഞ്ഞ്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഈ വണ്ടി ഓണാകുന്നതിന് താക്കോല് വേണ്ട. അതുകൊണ്ട് ഈ ഒരു ചുവന്ന ബട്ടൺ കണ്ടോ, ഇത് മാത്രം വരും. വണ്ടി ഓണായി, താക്കോലിൻ്റെ ഒരു ആവശ്യം വരില്ല. ഞാൻ ഇതാണ് കറക്റ്റ് പോക്കറ്റ് ഫ്രണ്ട്ലി ബൈക്ക്. ഇത് ഓണാക്കുന്നതിന് താക്കോലൊന്നും വേണം. പ്രത്യേകം ഒരു അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ഓണാക്കി അങ്ങ് എടുത്തോണ്ട് പോവാം. വിശ്വാസം വരുന്നില്ല വേണ്ട, വണ്ടി ഓണായി കേട്ടോ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ വണ്ടി പണിയാൻ കൊടുത്തേക്കുന്ന അവൻ്റെ കയ്യിലാണെന്നല്ലോ എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. എന്തായാലും അത് അവൻ്റെ ഈ താഴോട്ട് വണ്ടി എടുത്തോണ്ട് പോകാൻ വയ്യ. താഴെയില്ല കേട്ടോ, അടിപൊളി ചെയ്യുക.
ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ ഡ്യൂക്ക് 390 ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആരും ഇതിനായിട്ടും ചെയ്യാത്ത ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ എനിക്ക് വട്ടാണ്. ഇതിലും മാരകമായിട്ട് പണിഞ്ഞിട്ടുള്ള കുറേ 390കളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ആകെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DRL വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. RGB വർക്ക് ചെയ്തിട്ടുണ്ട് ഹെഡ്ലൈറ്റിൽ. പിന്നെ ഇതിനകത്ത് ബ്ലാക്ക് ടിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ കിറ്റ് മാറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് കളർ ഇതല്ല കേട്ടോ, സ്റ്റോക്ക് കളർ വേറെ ആയിരുന്നു. വേണ്ട ഞാൻ കാണിച്ചു തരാം. ഓറഞ്ച് അല്ലെങ്കിൽ പെയിൻറ്റ് ഇളകിപ്പോൾ വേണ്ടോ, ഈ ഓറഞ്ച് കളറായിരുന്നു നമ്മുടെ സ്റ്റോക്ക് കളർ. ഓറഞ്ചും പിന്നെ ഒരു ഗ്രേ പോലെ വരുന്ന ഏതാണ്ട് ഈ ഒരു കളറുണ്ട്, എക്സോസ്റ്റിൻ്റെ ഈ ഒരു കളർ വരുന്ന കിറ്റായിരുന്നു. ഞാൻ വേണേൽ സൈഡിൽ കാണിച്ചേക്കാം, വണ്ടി എടുത്തപ്പോൾ ഉള്ള വീഡിയോ. ഇതൊരു BS6 വണ്ടി കേട്ടോ, ഡ്യൂക്ക് 390 ലാസ്റ്റ് മോഡൽ BS6 ആണ്, ലാസ്റ്റ് മോഡൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജെൻട്രി ഇറങ്ങി. എനിക്ക് ജെൻട്രിയോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ, എനിക്ക് ഈ ഒരു ലുക്കിനോടാണ് ഇഷ്ടം. ഞാനൊരു BS4 ആരാധകന കേട്ടോ. BS4 വണ്ടിയുടെ ഔട്ടെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, എക്സോസ് നോട്ടൊക്കെ കിടിലോ ഒരു രക്ഷയില്ലാത്ത. പക്ഷേ ഈ BS6 വണ്ടിക്കകത്തുണ്ടല്ലോ, അണ്ടർ സീറ്റ് കയറ്റാതെ അല്ലാതെ നമ്മൾ സ്റ്റോക്കായിട്ട് പ്ലഗ് ആൻഡ് പ്ലേ പോലെ സൈലൻസർ കൊടുത്താലേ നമ്മൾ എക്സോസ്റ്റ് ഓരിയിട്ട് കിട്ടുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് പോലും കിട്ടത്തില്ല. ഞാൻ യോഷിമുറ വെച്ചോണ്ടിരുന്നായിരുന്നു. ഇനി ഒരു നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റിയിട്ട് യോഷിമുറ വെത്താൽ എങ്ങനെ ഉണ്ടാവും, അതുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഈ വണ്ടിയുടെ എക്സോസ്റ്റ് കയറ്റി കഴിഞ്ഞിട്ട് മൈലേജ് ചെക്ക് ചെയ്തിട്ടില്ല. നമുക്കതൊരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മൈലേജ് എക്സോസ്റ്റ് കയറ്റിയ ഒരു വണ്ടിയിൽ, അണ്ടർ സീറ്റ് എക്സോസ്റ്റ് കയറ്റിയ വണ്ടിയിൽ എത്ര മൈലേജ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഈ വണ്ടി വെച്ചിട്ട് എന്തൊക്കെ വീഡിയോ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. പിന്നെ ഈ വണ്ടിയെപ്പറ്റി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നവരടുത്ത് എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ വണ്ടിയെപ്പറ്റിയുള്ള ഒരു ABCD സാധനങ്ങൾ എനിക്കറിയത്തില്ല. കാരണം ഞാൻ അത്ര വണ്ടി ഓടിക്കുന്ന വലിയ പ്രൊഫഷണൽ അങ്ങനെയുള്ള ആളൊന്നും അല്ല. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബൈക്ക്, ഈ 390 എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഫേവറേറ്റ് ബൈക്ക് ഏതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ MG ആയിരുന്നു. 390 എത്തിപ്പെട്ട ഒരു ഈഗോ എന്നുള്ള പറയാം. ഇപ്പോൾ ഫുൾ ഈഗോ ആണല്ലോ, അതുകൊണ്ട് പറയാണ്. അത് നിങ്ങൾക്ക് വലിയ പുതുമയല്ലായിരിക്കും. പക്ഷേ ഞാൻ 390 എത്തിപ്പെട്ടതിൽ ഒരു ചെറിയ വാശിയുണ്ട്. അത് എന്തൊക്കെയാണെന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. ബൊലോറ കാണുമ്പം പേടിയാണ്. ഞാൻ വിചാരിച്ചു പോലീസാണ്. ഇത് പേടിച്ചു പോയി. ഇതാ ഞാൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അക്രപ്പോയിക്കിൻ്റെ എക്സോസ്റ്റാട്ടാ. ഇത് എൻ്റെ കണ്ണൂരുള്ള ഒരു കൂട്ടുകാരൻ എനിക്ക് ഈ ബെൻഡ് വൈപ്പും ഇതുകൂടെ കൊറിയർ ചെയ്ത് തന്നു കേട്ടാ. അവന് വെച്ചിട്ടുണ്ടായിരുന്നു, അവൻ്റെയും BS6 വണ്ടിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ക്ലബ് 390 കേട്ടോ. ക്ലബ് 390 ബാൻഡാണ് വേണ്ടിയത്. ക്ലബ് 390 അത് കാണാൻ പറ്റുക. അപ്പം അതുവഴി പരിചയപ്പെട്ട അവൻ എനിക്ക് അയച്ചു തന്ന ഈ എക്സോസ്റ്റ് ബെൻഡ് വൈപ്പ് എല്ലാം കൂടെ അവൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഊരിയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവൻ എനിക്ക് തന്നെ കേട്ടോ. അപ്പം ഇതല്ലാതെ മേടിക്കുന്നതിന് ബെൻഡ് വൈപ്പ് മാത്രം ഇത് പണിയിപ്പിക്കുന്നത് കേട്ടോ. ബെൻഡ് വൈപ്പ് മാത്രം പണിയിപ്പിക്കുന്നതിന് 3000 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. എക്സോസ്റ്റ് ഏതാണ്ട് 2 രൂപയ്ക്കൊക്കെ കിട്ടും. എൻ്റെ കയ്യിരിക്കുന്ന യോഷിമുറ, എനിക്കിഷ്ടം യോഷിമുറ കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മൾ വണ്ടിയിൽ പണിയാൻ വെച്ചേക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സ്റ്റോക്ക് ആക്കണം. വണ്ടി സ്റ്റോക്ക് ആക്കുന്നതെന്ന് പറഞ്ഞാൽ BS6 ആയിട്ടല്ല സ്റ്റോക്ക് ആക്കുന്നത്, നമ്മൾ BS4 ഫുൾ സിസ്റ്റം കയറ്റാൻ പോകും കേട്ടോ. BS4 ഫുൾ സിസ്റ്റം കയറ്റണം വണ്ടിയിൽ. ഒരു BS6 വണ്ടിക്കകത്ത് BS4 ഫുൾ സിസ്റ്റം നമ്മൾ കയറ്റാൻ പോവാണ്. അതെന്ന് പറയുമ്പം ഈ പൈപ്പ് താഴെ കൂടെ അല്ല വരുന്നത്, സൈഡിൽ കൂടെ വരുന്നത്. ഇത് ഒരുപാട് മോഡുണ്ട് കേട്ടോ. ഈ കളർ മാറ്റുന്നതിന് ഒരുപാട് മോഡുണ്ട്. അതിനൊരു ആപ്പുണ്ട്, ഈ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഒരുപാട് മോഡുണ്ട്. കണ്ടോ മോഡ് മാറുന്നുണ്ടോ? ഓരോ മോഡായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് വണ്ടി റെഡാട്ടാ. റെഡ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും. ഇത് സ്പീഡ് കുറയ്ക്കുന്നത്, ബ്രൈറ്റ്നസ് ഫുൾ ബ്രൈറ്റ്നസ്. ഇത് ഫുൾ ബ്രൈറ്റ്നസ് ആണ്. ഇത് ഫുള്ള് കുറച്ചിടുന്നത്. ഇത് ബ്രൈറ്റ്നസ് പറയുന്നതല്ല. ഇനി എൻ്റെ എക്സോസിനോട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അക്രമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെ രക്ഷയില്ല.